ആരോ വന്നല്ലോ. കോൺട്രാക്ടർ ആയിരിക്കും. പ്രകാശ, സാറെന്താ ഇവിടെ? വീട് ഇവിടെയാണെന്ന് സാറിന് അറിയായിരുന്നോ? പ്രകാശനെ ഞാൻ വിളിച്ചിരുന്നു, പക്ഷെ പ്രകാശൻ ഫോൺ എടുത്തില്ല. പ്രകാശന് തിരക്കായിരിക്കും അല്ലേ പ്രകാശ? സാറേ, അത് ഫോണിന് ചെറിയൊരു കംപ്ലൈന്റ് അല്ലേ? നെറ്റ്വർക്കിനും ഇഷ്യൂ അല്ലേ? അല്ലെ, അതല്ലേ നീ ഉദ്ദേശിച്ചത്? പ്രകാശ, നീ ഒരു ഒന്നാം തരം ഒരു തരികിടയാണെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. നിന്നെക്കാൾ കൂടുതൽ പഠിച്ചവനാണ് ഈ കുറുപ്പ്. നീ നന്നായിട്ട് കുട്ടിക്കും, പക്ഷേ മാരാരെ ചെണ്ട പഠിപ്പിക്കാൻ നോക്കണ്ട. നീ ഇതുവരെ അടിച്ചിട്ടില്ലാത്ത താളങ്ങൾ കൊട്ടിയാടുന്നവനാണ് ഈ മാരാർ കുറുപ്പ്. സാറേ, ഞാൻ വൃത്തി കെട്ടവനെ, ഞാൻ എന്റെ മരുമകന് വേണ്ടി അവൻ ആവശ്യപ്പെട്ട ക്യാഷ് നിന്നോട് ചോദിച്ചപ്പോ നീ എന്നെ തന്നെ പർച്ചേസ് ചെയ്യാന്ന് വിചാരിച്ചല്ലേ? കൊള്ളാം. കരുണാരക്കുറുപ്പ് മകളോട് സ്ത്രീധനം ആവശ്യപ്പെട്ടു എന്ന പേരിൽ നീ എനിക്കെതിരെ വന്ദനയെ കൊണ്ട് കേസ് കൊടുപ്പിച്ചാടാ. അയ്യോ സാർ എന്തൊക്കെയാ പറയുന്നത്? വേണ്ട പ്രകാശ, ഒരു കള്ളം പല പ്രാവശ്യം പറഞ്ഞതുകൊണ്ട് അത് സത്യമാവില്ല. വന്ദനയ്ക്കുള്ള ശിക്ഷ അവളെ സ്റ്റേഷനിലേക്ക് പറഞ്ഞു വിട്ട നീയും അനുഭവിക്കണം. സാർ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തതല്ല. വന്ദന തനിയെ ചെയ്തായിരിക്കും. സാർ അവളെ കൊല്ലുകയോ പ്രതികാരം ചെയ്യുകയോ എന്താണെന്ന് വെച്ച് ചെയ്തോളൂ. ദയവേത് എന്നെ ഉപദ്രവിക്കരുത്. നിന്റെ നാടകം. അതെ, ഒരു ചാൻസ് ഞാൻ നിനക്ക് തരാം. വേണമെങ്കിൽ അവളെ അടക്കി നിർത്തി അവൾ എനിക്കെതിരെ കൊടുത്ത പരാതി പിൻവലിപ്പിച്ചോ. ഇല്ലെങ്കിൽ ഞാൻ വരും.